ഇപ്പോൾ നമുക്കൊപ്പം ആഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുന്നു. അദ്ദേഹത്തിനൊപ്പം എം ഡിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ മകൻ അനീഷ് ബഷീർ ഇപ്പം നമുക്കൊപ്പം ചേരുകയാണ്. ആഷ്മി, അനീഷിനോട് പറയുക, ഞാൻ അല്പം താമസിപ്പിച്ചു. എം എ റഹ്മാനായിരുന്നു കൂടെ ഉണ്ടായിരുന്നു. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി ചെയ്ത ആളാണല്ലോ എം എ റഹ്മാൻ. ഹാഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം അല്പനിമിഷങ്ങൾക്കകം തീരും. എം ഡിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന് ഒരുപക്ഷെ ലോകം കുറച്ചുകൂടി ബഷീറിനെ അറിയണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച ആളായിരുന്നു എം ഡി. ആഷ്മി താജ് ഇബ്രാഹിം നമുക്കൊപ്പം ചേരുന്നു. ആഷ്മിക്കൊപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മകൻ അനീഷ് ബഷീർ കൂടിയുണ്ട്. അനീഷിന് എന്താണ് എം ഡിയെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. പക്ഷേ സാറിന് വിളിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ തലപ്പൊക്കങ്ങൾ ആദ്യം വൈക്കം പോകുന്നു, പിന്നെ എം ഡി പോകുന്നു, നമ്മൾ ശൂന്യരാകുന്നു, അനാഥരാകുന്നു അല്ലേ? അതെ, അനാഥരാകുന്ന പറഞ്ഞാൽ ഞങ്ങൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം വെച്ചാൽ ഞങ്ങൾ എപ്പോഴും കാണാം, ചെറുപ്പം മുതൽ ഓർമ്മയുള്ള നാളുകൾ കണ്ട ആൾക്കാരാണ് ഈ എസ് കെയും എം ടിയും എൻ പിയും തിക്കോടിയും ഒക്കെ. അതിൽ അവസാനത്തെ കണ്ണിയാണ് ഇന്ന് നമ്മുടെ യാത്ര പറഞ്ഞു പോയത്. അദ്ദേഹം ചെറുപ്പത്തിൽ വീട്ടിൽ വരുന്ന ഓർമ്മകളൊക്കെ എപ്പോഴും പച്ചപിടിച്ച് കിടക്കുകയാണ്. ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് വാത്സല്യം നേടാനായി, മുതിർന്നപ്പോൾ അദ്ദേഹത്തിന് സഹപ്രവർത്തകനാകാനുള്ള യോഗം എനിക്കുണ്ടായി. അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിൽ പല ഘട്ടങ്ങളിൽ, അതാരും അറിയില്ല, പല ഘട്ടങ്ങളിലും അദ്ദേഹം ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സഹായം നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹം വാപ്പ മരിച്ച സമയത്ത് കുറേ അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ ഈ അനധികൃതമായിട്ട് പലരും എടുത്തിട്ട് സിനിമയും സീരിയലും ഒക്കെ തുടങ്ങി. അപ്പം 22 വയസ്സായിരുന്ന എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ നേരെ കയറി ചെന്ന മാതൃഭൂമിയിലേക്കാണ്. ഞാൻ പറഞ്ഞു, വാസുവേട്ടൻ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ വാസുവേട്ടൻ ഒരു വക്കീലിനെ വിളിച്ച് പറഞ്ഞ് അനീസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അങ്ങനെ ആ വക്കീലിനെ കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ എല്ലാം ക്ലിയർ ചെയ്തത്. അതിൽ ഞാൻ ചെന്ന് വാസുവേട്ടൻ പറയുകയും ചെയ്തു, കടവ് പോലെ ഒരു സിനിമ, ഒരു മനുഷ്യൻ, അത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. സാരല്ല അനീസെ, നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞത്. അതെനിക്ക് വളരെ ഒരു സങ്കടം തോന്നിയൊരു കാര്യമാണ്. കാരണം കടവ് ഞാൻ കണ്ടതല്ല. അതുപോലൊരു സിനിമ എം ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, വാസുവേട്ടൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര മനോഹരമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 30 വർഷമായിട്ട് ബഷീർ സ്മാരക സമിതിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ കാനായി കുഞ്ഞിരാമന് 30ാമത്തെ പുരസ്കാരം നൽകി. അത് തീരുമാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയത്. കൊടുക്കാൻ പറ്റിയില്ല, നാളെയായിരുന്നു ആ ചടങ്ങുണ്ടായിരുന്നത്. അത് മാറ്റി വെക്കേണ്ടി വന്നു. പക്ഷേ അതുകൂടി തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം പോയത്. ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ കാണാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. തിരക്കൊഴിഞ്ഞ്, ഞാൻ വിചാരിച്ച തിരക്കൊഴിഞ്ഞേക്കാം, പക്ഷെ എനിക്കറിയാം തിരക്കൊഴിയില്ല. ഇതുപോലുള്ള ഇവരെ ഈ ക്യാമറകളൊക്കെ ഫേസ് ചെയ്യാതെ വന്ന് വാസുവേട്ടനെ കണ്ട് യാത്ര പറഞ്ഞ് പോയാൽ വിചാരിച്ചത്. കുറച്ച് സമയം വൈകിട്ട് ഉച്ച നേരം അതാ തിരഞ്ഞെടുത്തത്. പക്ഷേ ജീവസുറ്റ വാസുവേട്ടൻ്റെ മുഖം ആണ് ഞാനിപ്പോഴും ആഗ്രഹിക്കുന്നത്. ആ വാസുവേട്ടൻ്റെ മുഖം ആണ് ഇനി ഓർമ്മകൾ എനിക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ നോക്കിയിട്ടില്ല, വാസുവേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ വരം ചുറ്റി പോന്നു. അതങ്ങനെ തന്നെ ആവട്ടെ, ആ ഒരു മുഖം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനീസ് ബഷീർ ഓർമ്മകൾ പറയുകയായിരുന്നു. ഒരുപാട് അടുത്ത വളരെ വൈയക്തികമായി വളരെ അടുത്ത ഓർമ്മകൾ അനീസ് പറയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ജീവസുറ്റ ആ മുഖത്തിൻ്റെ ഓർമ്മകൾ തന്നെ മനസ്സിൽ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എസ് കെ എന്താ ഇങ്ങോട്ടേക്ക് നേരത്തെ എം മുകുന്ദൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ജനക്കൂട്ടത്തിനിടയ്ക്ക് നിൽക്കാൻ ആഗ്രഹിച്ച ആളല്ല എം ടി. മാത്രമല്ല, ഒരു പരിധിവരെ ജനക്കൂട്ടത്തിൽ നിന്ന് അകന്ന്, അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ അകറ്റി ഒറ്റയ്ക്കൊരു കൊക്കൂടിനകത്തിരിക്കാൻ ആഗ്രഹിച്ച ആളാണ് എന്ന് മുകുന്ദൻ പറയുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ അങ്ങനെയുള്ള എഴുത്തുകാരാവട്ടെ മനുഷ്യരാവട്ടെ, അത്തരം എഴുത്തുകാരെ ജനം തിരസ്കരിക്കുകയോ ബഹിഷ്കരിക്കുകയാണ് പതിവ്. ഇവിടെ നോക്കൂ, എസ് കെ ഇവിടെ 100 കണക്കിനെന്ന മട്ടിൽ അവിടെ നിന്ന് അപ്പോൾ മുതൽ തുടങ്ങിയ ആ വരി, അവർ പ്രിയപ്പെട്ട കഥാകാരൻ ഒരു നോക്ക് കാണാൻ ഇങ്ങോട്ടേക്ക് വരുന്ന 100 കണക്കിനുള്ള ആ വരി കണ്ണി മുറിയാതെ ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇങ്ങനെ തുടരുമ്പോൾ എങ്ങനെയാണ് 4 മണി വരെ പൊതുദർശനം എന്ന വാക്ക് ശരിയല്ല, പൊതുദർശനം വേണ്ട എന്ന് എം ഡി പറഞ്ഞതാണ്. സാങ്കേതികമായി അതങ്ങനെ അല്ലെങ്കിൽ കൂടിയും അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൻ്റെ ശീർഷകം എന്ന് പ്രഭാവർമ്മ പറഞ്ഞ മട്ടിൽ നമ്മുടെ മലയാളത്തിൻ്റെ മേൽവിലാസമായിരുന്ന ഒരേ ഒരു എം ഡി മാത്രമാണ്. എം ഡിക്ക് പകരക്കാരൻ ഇനി ഉണ്ടാവില്ല. ആഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്ന്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, അതുപോലെ സജി ചെറിയൻ, ഇവരൊക്കെ തന്നെ അന്ത്യാഞ്ജലികൾ അർപ്പിച്ച് കടന്നുപോയി. കുഞ്ഞാലി KBK പറഞ്ഞു, ഞങ്ങൾ കോഴിക്കോട്ടുകാർ എം ടി എന്ന 2 വാക്കുകൊണ്ട് അഹങ്കരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നാട്ടുകാർക്ക് അഹങ്കാരത്തിന് ആളില്ല, ഇന്ന് എം ഡി ഇല്ല എന്ന് പറയുന്നു.